പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അബിയും നവ്യയാണെങ്കിൽ കറക്കവും എല്ലാം കഴിഞ്ഞ് ജ്വല്ലറിയിലൊക്കെ പോയിട്ടാണെങ്കിൽ തിരിച്ച് നമ്മൾ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ദേവ്യാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇപ്പം നവ്യയ്ക്കാണെങ്കിൽ ഇച്ചിരി അഹങ്കാരവും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. ആരുടെ അടുത്ത് എന്ത് പറയണമെന്നും അറിയത്തില്ല. എല്ലായിടത്താണെങ്കിലും ഇങ്ങനെ വായും കൊണ്ട് വഴക്കിന് വേണ്ടി നിൽക്കുകയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ദേവ്യാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ദേവ്യാനി പറയുന്നത് എന്തായാലും ദേവ്യാനി പുറത്ത് പോകാൻ വേണ്ടി ചന്തമോളുമായിട്ട് പുറത്ത് പോകാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാണല്ലോ ഇപ്പം നവ്യയും പുറത്ത് പോയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവനിക്കിട്ട് നല്ല പണി കൊടുക്കണം, ഇവനെ എന്തായാലും ഇനിയും പുറത്തോട്ടൊക്കെ പറഞ്ഞയക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവനെ റെസ്റ്റ് ഇല്ലാതായിട്ട് ഓട്ടിക്കണമെന്നൊക്കെ പറയുന്ന നമ്മൾ ദേവ്യാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവിടുത്തെ പറയുന്നുണ്ട്, നീ എന്തായാലും പുറത്ത് പോയിട്ട് വന്നില്ല, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നീ ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നവ്യ ചോദിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് പറയാനുള്ളതല്ല, നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവ്യാനിയാണെങ്കിൽ അങ്ങ് കയറി അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ടിട്ട് അഭിയടുത്താണെങ്കിൽ ഇങ്ങനെ ചൂടാവുന്നുണ്ട്. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, നീ എന്തിനാ ഈ അമ്മായി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പട്ടിയെ കണക്ക് ഇന്ന് അനുസരിച്ച് കേൾക്കുന്നതൊക്കെ എന്തിനാ, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മനസ്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിന്നെയൊക്കെ കുറിച്ചൊരു സംശയം കിടക്കുന്ന കാരണം നീയൊന്നും പറയുന്നതൊന്നും വിശ്വസിക്കാനും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നുണ്ട്, അത് നവ്യ വേറൊന്നും കൊണ്ടല്ല, അമ്മായി ആയി പോയില്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവർ പറയുന്നതൊക്കെ ഇങ്ങനെ അനുസരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അഭിയാണെങ്കിൽ നവ്യടുത്ത് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ല, അല്ലാതെ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി നേരെയാണെങ്കിൽ നമ്മൾ ദേവ്യാനിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തേക്കാണെങ്കിൽ ദേവ്യാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മായി എന്നെ വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ദേവ്യാനി പറയുന്നുണ്ട്, എനിക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ മേടിക്കണമായിരുന്നു, അതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത് തരാമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട്, അമ്മായി പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ എന്ന് പറയുമ്പം അത് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളുടെ വിട്ടുപോയി, എഴുതാൻ മറന്നുപോയി, ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന് ഞാനൊന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, നീ ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഭിക്കാനുള്ള ദേഷ്യം കയറി വരുന്നുണ്ട്. ഇവരിട്ട് ഇങ്ങനെയിട്ട് വട്ടം ചുറ്റി ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ അഭിക്കാനുള്ള ദേഷ്യം വരുന്നുണ്ട്. കാര്യം തിരിച്ചാണെങ്കിൽ ദേവ്യാൻ്റെ അടുത്തൊന്നും പറയാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലല്ലേ നമ്മൾ അഭി നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അഭിയാണെങ്കിൽ നേരെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശനെ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആദർശ് പഞ്ചാബി വേഷമല്ല നമ്മൾ അഭി കാണുന്നത്. അപ്പോൾ അഭിക്ക് അറിയത്തില്ലല്ലോ അത് ആദർശാണെന്നുള്ള കാര്യം. അങ്ങനെ നേരെ ചെന്നിട്ട് നമ്മൾ അഭിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഹലോ സാർ, നമ്മളാണെങ്കിൽ രാവിലെ ജ്വല്ലറിൽ വെച്ച് കണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നത്, അയ്യോ ഈശ്വര പെട്ടല്ല, ഇവനിനി എൻ്റെ സൗണ്ടിൽ സംസാരിച്ച് എനിക്കാണെങ്കിൽ പെട്ടെന്ന് എന്നെ മനസ്സിലാവുകയും ചെയ്യുമല്ലോ, എന്തായാലും സൗണ്ട് മാറ്റി ഒന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആദർശാണെങ്കിൽ അഭി ചോദിക്കുന്നതിനൊക്കെയുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവരുമായിട്ടൊന്ന് കൂട്ടുകൂടി നോക്കാം, കൂട്ടുകൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. കാര്യം ഇവരാണെങ്കിൽ വലിയൊരു ടീമാണെന്നാണല്ലോ ജ്വല്ലറിയിൽ നിന്നൊക്കെ നമ്മൾ അറിയാൻ സാധിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശാണെങ്കിൽ ഇങ്ങനെ എന്തായാലും അവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ആദർശാണെങ്കിൽ അഭിയെടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നയനയാണെങ്കിലും ആദർശിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആദർശാണെങ്കിൽ ചെന്ന് നയനടുത്ത് പറയുന്നുണ്ട്, നയന ഇവിടെ ആണെങ്കിൽ അഭിയുണ്ട്, അഭിയാണെങ്കിൽ എന്നെ കണ്ട്, പക്ഷെ അവനിക്ക് എന്നെ ഈ വേഷത്തിലായതുകൊണ്ട് മനസ്സിലായില്ല, എന്തായാലും നീ ഒന്നും കൂടെ അവനെ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയും ആദർശമാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഭിയുടെ കണ്ണിലാണെങ്കിൽ പെടുന്നുണ്ട് കേട്ടോ ഇവരപ്പോഴത്തേക്ക്. നമ്മൾ അഭി ചിന്തിക്കുന്നുണ്ട്, ഈ നയനേട്ടത്തി അല്ലേ ഇത്, ഈ നയനേട്ടത്തി ഈ പഞ്ചാബിക്കാരനായിട്ട് എവിടെ ഈ പോകുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ തമ്മിൽ ഇനി എന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മൾ അഭിയുടെ മനസ്സിലായിട്ട് കയറി കൂടുന്നുണ്ട്. അഭിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം നയനേട്ടത്തി എന്താ ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നത്, നയനേട്ടത്തി ആണെങ്കിൽ ഇപ്പോഴൊന്നും ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കത്തില്ലല്ലോ, ഇനി ആദർശം കാണാൻ ഇവിടെ ഉണ്ടോ, ഇനി എന്തോ സംഭവം എന്ന് അറിയാനും വയ്യല്ലോ, ഇനി ആദർശം പിന്നെ ഈ പഞ്ചാബിക്കാരനും നയനേട്ടത്തിയൊക്കെ ആയിട്ട് എന്തെങ്കിലും അടുപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടോ, അങ്ങനെയാണോ ഇയാളാണെങ്കിൽ ജ്വല്ലറിയിൽ വന്നത് എന്നൊക്കെ ഉള്ളൊരു സംശയം നമ്മൾ അഭിയുടെ മനസ്സിൽ ഇങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, എന്തായാലും ഇനി പിന്തുടർന്നിട്ടേ കാര്യമുള്ളൂ, കാര്യം വെച്ചാൽ എന്തായാലും ഇനിയൊരു ചതിയിൽ പോയി പെടേണ്ട കാര്യമൊന്നുമില്ല, അതെന്തായാലും ഇനിയൊരു ചതിയിൽ പെടാതെ നമ്മൾ നല്ലതുപോലെ ഇനി ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മൾ അഭിയുടെ മനസ്സിൽ കയറി കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.